സിപിഐഎമ്മിനെതിരെ പോർമുഖം തുറന്ന PV അൻവർ MLA. രാഷ്ട്രീയ വിശദീകരണ യോഗം വൈകിട്ട് നിലമ്പൂരിൽ. കൂടുതൽ രേഖകളും തെളിവുകളും പുറത്തുവിടുമെന്ന് അൻവർ. അൻവറിന്റെ വീടിന് സുരക്ഷയൊരുക്കാൻ ഉത്തരവിട്ട മലപ്പുറം ജില്ലാ പോലീസ് മേധാവി. നിലമ്പൂരിലെ വീടിന് മുന്നിൽ അഭിവാദ്യം അർപ്പിച്ച് പോസ്റ്റർ. കുത്തുപറമ്പ സമരനായകൻ പുഷ്പൻ അന്ത്യാഞ്ജലി അർപ്പിച്ച് CPM പ്രവർത്തകർ. തലശ്ശേരിയിലും ചൊക്ലിയിലും പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 5-ന് കണ്ണൂർ ചൊക്ലിയിലെ വീട്ടുവളപ്പിൽ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് ഒളിവിൽ തന്നെ. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. പ്രോസിക്യൂഷൻ അഭിഭാഷകരെ കാണാൻ ക്രൈംബ്രാഞ്ച് SP മെറിൻ ജോസഫ് ഡൽഹിയിൽ. ബാലചന്ദ്ര മേനോൻ പീഡിപ്പിച്ചെന്ന നടിയുടെ ആരോപണം സംരക്ഷണം ചെയ്ത യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്തത് അപകീർത്തിപ്പെടുത്തിയെന്ന ബാലചന്ദ്ര മേനോന്റെ പരാതി. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. 301 കോളനിക്ക് സമീപം ചക്കക്കൊമ്പൻ വീട് തകർത്തു. വീട്ടുകാർ മാറിയതിനാൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി ഉദയനിധി സ്റ്റാലിൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സെന്തിൽ ബാലാജി അടക്കം 4 പേർ കൂടി മന്ത്രിസഭയിലേക്ക്. ഉദയനിധിക്ക് ആസൂത്രണം, വികസനം എന്നീ വകുപ്പുകൾ കൂടി നൽകും. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ആദ്യ എവേ മത്സരം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. മത്സരം രാത്രി 7:30 ഗുവാഹത്തി.